സോ 30,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺസ് നോക്കി നടക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന 30,000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല 5 സ്മാർട്ട് ഫോൺസ് ആണ്. സോ നമ്മൾ ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് റിയൽമി GT60. ഈ ഒരു സ്മാർട്ട് ഫോൺ അകത്ത് 6.78 ഇഞ്ചസിന്റെ LTPO കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, കൊറിയല ഗ്ലാസ് വിറ്റസ് 2 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. Android 14 വിത്ത് റിയൽമി UI 5 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 32 മെഗാപിക്സലിന്റെ 21mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ലെൻസ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 60 അല്ലെങ്കിൽ 30 FPS HDR വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ അകത്ത് 5500 mAh ബാറ്ററി ബാക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. 120 വാട്ട്സിന്റെ വൈഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ് 30,000 രൂപ. സോ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് OnePlusന്റെ 11R. ഈ സ്മാർട്ട് ഫോൺ അകത്ത് 6.74 ഇഞ്ചസിന്റെ ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. HDR 10+നോടൊപ്പം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 1450 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ അകത്ത് സ്നാപ്ഡ്രാഗന്റെ 8+ Gen 1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 13 വിത്ത് ഓക്സിജൻ OS 13ലാണ് ഈ സ്മാർട്ട് ഫോൺ റൺ ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ സെൽഫി ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. HDR സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെൻസിനകത്ത് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ലെൻസ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാപിക്സൽ മാക്രോ ലെൻസ്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 60 അല്ലെങ്കിൽ 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ അകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 100 വാട്ട്സിന്റെ വയർ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന OnePlus 11R 26,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് iQ Z9s Pro. ഈ സ്മാർട്ട് ഫോൺ അകത്ത് 6.77 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, HDR 10+നോടൊപ്പം 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ അകത്ത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. Android 14 വിത്ത് FunTouch 14ലാണ് ഇത് റൺ ചെയ്യുന്നത്. സെൽഫി ക്യാം ചെക്ക് ചെയ്യുവാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 1080p 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ലെൻസ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 60 അല്ലെങ്കിൽ 30 FPS HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് 5500 mAh ബാറ്ററി ബാക്കപ്പിൽ വരുന്ന 80 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ്, 7.5 വാട്ട്സിന്റെ റിവേഴ്സ് വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 27,000 രൂപ. സോ നെക്സ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് പോക്കോ F6. ഈ സ്മാർട്ട് ഫോൺ അകത്ത് 6.67 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, HDR 10+ന്റെ സപ്പോർട്ടിനോടൊപ്പം ഡോൾബി വിഷൻ, അതുപോലെ 2400 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോൺ അകത്ത് സ്നാപ്ഡ്രാഗന്റെ 8+ Gen 3 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. Android 14 വിത്ത് ഹൈപ്പർ OS ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ചെക്ക് ചെയ്യുവാണെങ്കിൽ 20 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. HDR 1080p 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ലെൻസ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. 4K 60 അല്ലെങ്കിൽ 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് പോക്കോ F6നകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 90 വാട്ട്സിന്റെ വയർഡ് PD 3.0 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 27,000 രൂപ. സോ നമ്മൾ ലിസ്റ്റിലെ ഫൈനൽ സ്മാർട്ട് ഫോൺ ആണ് Motorola Edge 50 Fusion. ഈ സ്മാർട്ട് ഫോൺ 7 ഇഞ്ചസിന്റെ POLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനോടൊപ്പം 1600 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോൺ അകത്ത് സ്നാപ്ഡ്രാഗന്റെ 7s Gen 2 ആണ് യൂസ് ചെയ്യുന്നത്. Android 14 വിത്ത് Adreno 710 GPU ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സെൽഫി ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ 32 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. ഈ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ലെൻസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ വൈഡ് ലെൻസും 13 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് 4K 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്മാർട്ട് ഫോൺ അകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 68 വാട്ട്സിന്റെ വയർഡ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 24,000 രൂപ. സോ ഫൈനലി അതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റോട്ട് വരുന്ന കുറച്ച് സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.